ഹലോ ഗൈസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും എല്ലാം ഇതുപോലൊരു എക്സ്പ്ലോഷൻ എഫക്റ്റ് വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്യാപ്കട്ട് എന്നുള്ള എഡിറ്റിംഗ് ആപ്പാണ്. പിന്നെ ഞാൻ കൂട്ടത്തിലൊരു VPN കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം VPN ഓണാക്കി ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റുക. നിങ്ങൾ ഏതെങ്കിലും ഒരു VPN ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വിക്ക് ഫ്രീ VPN എന്നുള്ളൊരു VPN ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഹാൻഡി ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്കട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി അതിൽ നിന്ന് ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ഇനി നമുക്ക് എക്സ്പ്ലോഷൻ എഫക്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്തു. വീഡിയോ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ എക്സ്പ്ലോഷൻ എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നു. ഇനി താഴെയുള്ള മെനുവിൽ നിന്നും എഫക്ട്സ് എടുത്തു. അതിൽ നിന്നും വീഡിയോ എഫക്ട്സ് എടുത്തു. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒന്ന് ലോഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ VPN കണക്ട് ചെയ്യുക. ഇവിടെ ലോഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ VPN കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോരോ സെക്ഷനിലായിട്ട് നോക്കിയിട്ട് അതിൽ നിന്നും സ്പാർക്ക് എന്നുള്ളൊരു സെക്ഷൻ വരിക. അതിൽ നിന്നും ഫസ്റ്റ് എക്സ്പ്ലോഷൻ എന്ന ഫസ്റ്റ് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഇനി ആ ടിക്ക് മാർക്കിൽ കൊടുത്ത് ഓക്കെ കൊടുക്കുക. നമ്മുടെ എഫക്ട്സ് ആഡ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. എക്സ്പ്ലോഷൻ എഫക്റ്റ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ നമ്മൾ ആ എഫക്ട്സിലൊന്ന് സെലക്ട് ചെയ്ത് ബോട്ടം സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് എടുത്തു. സ്പീഡും അറ്റ്മോസ്ഫിയറും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ നമ്മൾ ഇത് രണ്ട് വാല്യൂയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്പ്ലോഷൻ എഫക്റ്റ് കുറച്ചുകൂടെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 സെക്കൻഡാണ് അടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന ലെങ്ത് കൊടുക്കാം. ഫസ്റ്റ് 3 സെക്കൻഡ് എഫക്ട്സ് ഉണ്ടാവും, പിന്നെ നോർമൽ വീഡിയോ ആണ്. ഇനി വീഡിയോയുടെ ലാസ്റ്റ് വന്ന് ആ എൻഡിങ് എന്നുള്ള പോർഷൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. അതെ, കണ്ടില്ലേ, നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ഐക്കണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ റെസൊല്യൂഷൻ ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്തു. നമ്മുടെ റെസൊല്യൂഷൻ ഫുൾ HD ആണ്. ഔട്ട്പുട്ടിന് ആവശ്യമായിട്ടുള്ള വാല്യൂസ് കൂടെ കൊടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന വാല്യൂ ഇതാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആ എക്സ്പോർട്ട് ഐക്കണെന്ന് സെലക്ട് ചെയ്തു. വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.